പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമാശ്രയം തരികയാണ്. ഏത് സമയത്താണോ നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത്, ആ സമയത്തെ മുൻകണ്ടുകൊണ്ട് നിങ്ങൾ ഏത് കാലത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്, ആ കാലത്തെ മുൻകണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാനുഭവമാണ് ഈ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, നിങ്ങൾ ഏത് സമയത്താണോ കേൾക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ എല്ലാവർക്കും വേണ്ടി കാലേ കൂട്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാല് ദൈവം ആകർഷിക്കുന്നവർ മാത്രമാണ് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നത്. ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും അനുഭവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തില് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അല്പം വചനം കേട്ട് വീണ്ടും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിയുന്നത് പോലെ ചില വരികൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകൂടി ചെയ്യാം. ദൈവം നമ്മെ വല്ലാതെ അനുഗ്രഹിക്കട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ.
തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമ എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമ എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനി, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന സിംഹരാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നല്ലവനായ തമ്പുരാനെ, ഈ പരിശുദ്ധ കൂട്ടായ്മയ്ക്കും ഇങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തിനും സമയത്തിനുമായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലോകം മുഴുവനുള്ള അങ്ങയുടെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നാഴിക ഏതു നേരത്തോ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടിയും മാനസാന്തരത്തിന് വേണ്ടിയും പുതിയ ജീവിതത്തിന് വേണ്ടിയും യേശുവിനൊപ്പമുള്ള ജയകരമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒത്തുചേർന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേല് കർത്താവേ, അങ്ങയുടെ വലിയ അഭിഷേകം ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് പകരുവാനും പറയുവാനുമുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ തിരുസന്നിധിയിലാണല്ലോ. സ്വർഗം ചായച്ചിറങ്ങി വന്ന് ഞങ്ങൾക്കായി ഭൂമിയിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്
പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്, സ്വർഗീയമായിരിക്കുന്ന വലിയ ടച്ച്, സ്വർഗീയമായിരിക്കുന്ന വലിയ അനുഭവം ഞങ്ങൾക്ക് നീ നൽകുന്നതിനും നൽകിയതിനുമായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അനേക ദൈവമക്കൾ യേശുവിന്റെ മക്കളായി രൂപാന്തരപ്പെടുവാൻ, യേശുവിന്റെ പ്രിയപ്പെട്ടവരായി രൂപാന്തരപ്പെടുവാൻ, കർത്താവിന്റെ കരമെന്ന് പതിയുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങ് പ്രവേശിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കഴിക്കുന്നവരായി മാറുവാൻ ഇടവരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, ഒരുപാട് അനുഗ്രഹീതമായ ഇന്നേ ദിവസം ദൈവത്തിന്റെ തിരുവചനം കേട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് പരിച്ഛേദനക്കാർ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതാണ് ഈ വേദഭാഗം. ആരാണ് ദൈവവിശ്വാസികൾ? ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ? ആരാണ് യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്നത്? ആരാണ് ദൈവ പൈതല്? ആരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസവും പ്രാർത്ഥനാ നേരവുമായി ഇത് മാറട്ടെ. ഹല്ലേലൂയ. നമ്മെല്ലാവരും പലയിടങ്ങളിൽ പോകുന്നവരാണ്, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവരാണ്. പക്ഷേ ആരാണ് യഥാർത്ഥ ദൈവമക്കള്? പ്രിയപ്പെട്ടവരെയും, അങ്ങനെ യഥാർത്ഥമായ ദൈവമക്കൾ ഈ ഭൂമിയിലുണ്ടോ? തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവ മക്കളുടെ സാന്നിധ്യമുണ്ട്. ആ യഥാർത്ഥമായ ദൈവമക്കളെയാണ് സഭ എന്ന് വിളിക്കുന്നത്. നാം കാണുന്നത് സഭയല്ല, ഒരു ഫെലോഷിപ്പ് മാത്രമാണ്. അവിടെ ഒരുപാട് പല രീതിയിലുള്ള ആളുകൾ വന്നേക്കാം. ദുരാത്മാവുള്ള ആളുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതായ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായ, വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായ ആളുകൾ കണ്ടേക്കാം. ദൈവമക്കളെ എന്നാൽ കണ്ണുകൊണ്ട് കാണുന്നതല്ല യഥാർത്ഥമായിരിക്കുന്ന സഭ എന്ന് ദൈവമക്കൾ ഇന്ന് ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക. യഥാർത്ഥമായ സഭാമക്കൾ, വിശ്വാസികൾ, ദൈവമക്കൾ ആരാണ്? ചോദ്യത്തിന് ഉത്തരം ഇവിടെ ലഭിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ശ്ലീഹ ഊന്നി പറയുന്നത്. ആ 3 കാര്യങ്ങൾ ജീവിതത്തിലുള്ളവരാണ് ദൈവത്തിന്റെ സഭയുടെ മക്കളെന്ന് അറിയപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ഹല്ലേലൂയ. നിങ്ങളും ഞാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുകൂടി പറയാം. ആരാധിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പശ്ചാത്തലം വിട്ട് ദൈവാത്മാവിൽ ബലപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ വ്യത്യാസപ്പെട്ട രീതിയിലുള്ള സ്തുതിപ്പുകൾ കാണാറുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാര്, കരിസ്മാറ്റിക് വിഭാഗത്തിൽ പെടുന്നവര്, അപ്പോസ്തോലിക സഭകളിലെ പശ്ചാത്തലം, ദേവാലയങ്ങളുള്ളില്, ഇതെല്ലാം വ്യത്യാസപ്പെട്ട രീതിയിലുള്ള സ്തുതിപ്പുകളാണ് ലോകത്ത് നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. എങ്ങനെ സ്തുതിക്കുന്നു എന്നുള്ളതല്ല നാം ഇപ്പോൾ നമ്മുടെ അപ്പോസ്തോലിക സഭയില് നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചതായ, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ചേർന്ന് നിൽക്കുന്നതായ സഭാവിശ്വാസത്തിലെ രീതിയിൽ വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ആരാധനാ രീതിയാണുള്ളത്. പക്ഷെ ആ ആരാധനയില് പ്രിയപ്പെട്ടവരെ ചെന്ന് നിൽക്കുമ്പോ നമ്മുടെ ആത്മമണ്ഡലം ചലിക്കപ്പെടണം, നമ്മൾ ആത്മാവില് ഉയർത്തപ്പെടണം, നമ്മൾ ആത്മാവിൽ വളർത്തപ്പെടണം, നാം ഉയർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അത് സാധ്യമാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്ത് ലക്ഷ്യത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്, നിൽക്കുന്നതൊക്കെ? പലരും പലയിടങ്ങളിൽ ചെല്ലുന്നത് പല ഉദ്ദേശങ്ങൾ മുൻകണ്ടുകൊണ്ടാണ്. ചിലര് എന്താ പറയുന്ന അഹങ്കാരത്തിൻ്റെതായ സ്വയം എന്ന ഒരു വലിയ ചിന്തയൊക്കെ മുൻനിർത്തിയിട്ടാണ് പലയിടങ്ങളിലും 1ാം സ്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുക.
പരിശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധ്യമാവുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് ആരാധിക്കുന്നു. പറഞ്ഞല്ലോ ഒരു ഹല്ലേലൂയ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അങ്ങനെ തെറ്റായ വഴിയിലൂടെ അല്ല നമുക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ സാധ്യമാകും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുവാൻ സാധ്യമാകും. ഇതിന് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തെ സ്വീകരിക്കുന്ന ജീവിതങ്ങളായി നിങ്ങൾ മാറണം. യേശു ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം ആദ്യം ചെയ്യുന്നത് നോക്കൂ, യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം യേശു ക്രിസ്തുവിലൂടെയാണ് ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന് വെളിപ്പെടാൻ കഴിയുന്ന ചാല് തുറക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ അനുഭവങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അത് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ ചാല് തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും ക്രിസ്തുവിൽ വളരുവാനുള്ള പ്രാർത്ഥനയും നിയോഗവുമാണ് നമുക്കുള്ളത്. എങ്ങനെയാണ്? ക്രിസ്തുവിൽ വളരുവാനുള്ള പ്രാർത്ഥനയും നിയോഗവും. ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പോകുന്ന ഓരോ ദൈവമക്കളും ഇത് മനസ്സിലാക്കുക. നാം എന്തായി എങ്ങനെയായി എന്നുള്ളതല്ല, ഞാൻ ക്രിസ്തുവിൽ എന്തായി. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ എന്തായി. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചില വലിയ പ്രതിഭാസങ്ങളുണ്ട്. ചില മേഖലകൾ പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ആകർഷിക്കപ്പെടുകയാണ്. അത് ആത്മീയ മേഖലകളിലുണ്ട്, ഭൗതിക മേഖലകളിലുണ്ട്. പലപ്പോഴും അതിന്റെ ഉള്ളില് പൈശാചികമായ ദുരാത്മാവിന്റെ വ്യാപാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യുവത്വത്തെ കവർന്നെടുക്കുന്ന ചില ശൈലികൾ ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഓരോ പ്രായക്കാരെയും കവർന്നെടുക്കുന്ന ചില ശൈലികൾ ലോകത്തുണ്ട്. എന്നാൽ ദൈവമക്കളെ, അങ്ങനെയുള്ള മേഖലകളിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, നമുക്കൊരു മാറ്റം ആവശ്യമാണ്, നമുക്കൊരു ഉയർച്ചയും ആവശ്യമാണ്, നമുക്കൊരു അനുഗ്രഹവും ആവശ്യമാണ്, നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്, ഒരു ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്, ഒരു ദൈവത്തിന്റെ സ്പർശനം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ, കർത്താവിൽ വളരുന്നതിലൂടെ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിലൂടെ നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം സാധ്യമായി തീരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം. യേശുവിന്റെയും വലിയ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ നിറയുന്ന ഒരു പരിശുദ്ധമായ ദിനമായി ഇത് മാറട്ടെ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നവരായി മാറുക, യേശുവിൽ വളരുന്നവരായി മാറുക, കർത്താവിന് പ്രിയപ്പെട്ടവരായി മാറുക, യേശുവിനെ ആരാധിക്കുന്നവരായി മാറുക, ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നവരായി മാറുക, യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ക്രിസ്തുവിനെ മാറ്റി നിർത്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ മനുഷ്യൻ പിശാചിന്റെ അടിമയായി മാറും. ഹല്ലേലൂയ. പിശാച് വ്യാപരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്ത് ഒരുപാട് മേഖലകളുണ്ട്. ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി എവിടെ പോയാലും, പ്രാർത്ഥനയിൽ പോയാലും, ദേവാലയത്തിൽ പോയാലും, കൂട്ടായ്മയിൽ വന്നാലും ക്രിസ്തുവിന് സ്ഥാനമില്ല എങ്കിൽ ഒരു രീതിയിലുള്ള പിശാചാണ് അവരെ നിയന്ത്രിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദേവാലയം തെറ്റാണോ? ദേവാലയം തെറ്റാണോ? സഭ തെറ്റാണോ? ഒരിക്കലുമല്ല. സഭയിൽ ആത്മീയമായ കൂട്ടായ്മയുണ്ട്, വിശുദ്ധമായ ബന്ധമുണ്ട്, വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ തെറ്റായത് ഞാനാണ്, തെറ്റായത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? നമ്മൾ യേശുവിനെ സ്നേഹിച്ചില്ല, യേശുവിനെ സ്വീകരിച്ചില്ല, യേശുവിൽ വളരാൻ ആഗ്രഹിച്ചില്ല. നാം
പ്രിയപ്പെട്ടവരെ പിശാചിന് അടിമയായി പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുവചനത്തോട് ചേർന്ന് ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും അത്ഭുതകരമായ രീതിയിൽ സഹായിക്കട്ടെ. പറഞ്ഞ എല്ലാവരും ഒന്ന് ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കുന്നു. പറഞ്ഞ എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പറഞ്ഞ എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിക്കുന്ന ആളുകളായി നാം മാറുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. പുത്രനെ കാണിച്ചു തരികയാണ് റൂഹ ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ അനുഭവങ്ങള് നമുക്ക് ഉണ്ടാവുകയാണ്. ഒന്ന് പറയാമോ എല്ലാവരും? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥമായ വിശ്വാസി എന്ന ചോദ്യത്തിന് നിങ്ങൾക്കും എനിക്കും ഇവിടെ വലിയ രീതിയിൽ ഉത്തരം കിട്ടുകയാണ്. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ, ഒന്ന് പറയാമോ? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്വീകരിക്കുന്ന, ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു പറ്റം ആളുകള് ആരാണോ അവരാണ് ദൈവമക്കളെ യഥാർത്ഥമായിരിക്കുന്ന ദൈവമക്കൾ. അതുകൊണ്ട് നമുക്ക് യേശുവിനെ ആരാധിക്കുവാൻ, സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് കർത്താവിൽ വളരാൻ ബലം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വളരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾ ഇന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ, അവന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസം തന്നെ അവൻ അത് എടുത്തു മാറ്റിക്കളെ. ഇനി ജീവിതത്തില് നമ്മൾ പഠിച്ചു, യഥാർത്ഥമായിരിക്കുന്ന സമാധാനവും സന്തോഷവും ഉയർച്ചയും കൃപയും കരുണയും മനസ്സലിവും ജീവിത വിജയവും സ്വർഗീയ അനുഭവവും നിത്യ ആരാധനയുടെയും വിശുദ്ധ ബന്ധവും ആരാധന ജീവിതവും സഭയുടെ ഐശ്വര്യവും എല്ലാം ലഭിക്കുന്നത് ക്രിസ്തുവിലുള്ളവർക്കാണെന്ന് പഠിച്ചപ്പോൾ, ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തില് വലിയ ഡെലിവറൻസ്, വലിയ കൃപ, വലിയ ദൈവത്തിന്റെ കരുണ ഇതെല്ലാം നിറയുകയാണ്. ദൈവത്തെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വെറുതെ ജീവിച്ചാൽ പോരാ, ഒരു ക്രിസ്ത്യാനിയായി, ഒരു ദൈവ പൈതലായി, ദൈവം നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അംഗമായി ത്രിയേക ദൈവ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഒരു വിശുദ്ധനായി, കൃപയുള്ളവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി, തേജസ്സുള്ളവനായി, വിശുദ്ധീകരിക്കപ്പെട്ട് വളരുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്കത് സാധ്യമാകും. നിങ്ങൾക്ക് അത് ലഭിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് കിട്ടിയത്. നിങ്ങളുടെ ജീവിതം തകർന്നിരിക്കുന്നതാകാം, നിങ്ങൾ ഒരുപാട് വേദനിച്ച് ആരുമില്ലാതെ അനാഥപ്പെട്ടിരിക്കുന്നവരാകാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങൾ മറ്റൊരു വശത്തേക്ക് പോകരുത്. നിങ്ങൾ ഇന്നു മുതൽ യേശുവിന്റെ മകനായി അനേകർ ഈ കർത്താവിനെ കാണുവാനും യേശുവിനെ അനുഭവിക്കുവാനും അനേകർ രൂപാന്തരപ്പെടുവാനും അനേകർ മാനസാന്തരപ്പെടുവാനും അനേകർ യേശുവിൽ രക്ഷ അനുഭവിക്കുവാനുമായി നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയവും യത്നവും എല്ലാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രയത്നത്തിന്റെ ഫലങ്ങളെല്ലാം സമർപ്പിച്ച് മാറ്റിവെച്ച് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ശ്ലീഹ അടുത്ത വാക്ക് പറയുകയാണ്, ആത്മാവിൽ ആരാധിക്കുന്ന നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവര്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുവിനെ യാതൊരു വില കൊടുക്കാത്തൊരു ഭാഗത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവര്, ദൈവത്തിൽ വളർന്നവര്, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയവര്, ഇവരെന്തായി മാറുകയാണ്? ഇവരുടെ ജീവിതത്തില് ഏറ്റവും വലിയ അഭിമാനം ക്രിസ്തുവാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് ശ്ലീഹ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അഭിമാനം ക്രിസ്തുവാണ്.
അപ്പൊ എല്ലാം ക്രിസ്തുവിലൂടെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞ നിങ്ങൾ ഓർമ്മയുണ്ടാവും, നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും കൊണ്ട് ഇങ്ങനെ കൊടുക്കരുത്, മറിച്ച് നിങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് യേശുവിന് വേണ്ടി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിൽ വളരുകയും ആ സ്നേഹം വഴി നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് സുവിശേഷ വേലയ്ക്കും മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നത് ഭയങ്കര അനുഗ്രഹമാണ്, ഭയങ്കര അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമ്മള് വെറുതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കർത്താവിന്റെ സുവിശേഷ വേലയുടെ മഹത്വം മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ് ദൈവമക്കളെ നമുക്ക് ഒരുപാട് ഉയർച്ചയും അനുഗ്രഹവും കൃപയും ഒക്കെ ലഭ്യമാകുന്നതെന്ന് ദൈവമക്കൾ മറക്കാതെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ജീവിതത്തില് നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിൽ എത്തുകയാണ്, ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവനെ വളർത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയിലുള്ള പലരും ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, ഒരുപാട് പേര്. അപ്പൊ അവരൊക്കെ ഉന്നതമായ സ്ഥാനത്ത് പേഴ്സണലി അവർ ഓർക്കുന്നുണ്ടാകും, ഞാൻ ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നത് കൊണ്ടാണ് എന്നെ ദൈവം എത്തിച്ചെന്ന്. ആരും ഓർക്കാതിരിക്കില്ല. കാരണം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം, ഈ കൂട്ടായ്മയിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാരും ദൈവത്തെ മറക്കില്ല. കാരണം ഇത് സത്യ കൂട്ടായ്മയാണ്, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയാണ്. എനിക്ക് കുറവുണ്ട്, ഞാൻ ഒരുപാട് കുറ്റമുള്ളവനാണ്. പക്ഷേ ഈ കൂട്ടായ്മയിൽ വന്ന് ജീവിതം ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരും യേശുവിനെ മറക്കില്ല. യേശുവിന്റെ മക്കളായിട്ട് ജീവിക്കാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ. പക്ഷെ അവര് കൂട്ടായ്മയിൽ ഉണ്ടാകണമെന്നില്ല, അവര് നമ്മളോട് സ്നേഹം കാണിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് ഒരിക്കലും തമ്പുരാനെ വിട്ടുമാറാനോ തമ്പുരാനെ ഉപേക്ഷിക്കാനോ കഴിയില്ല. കാരണം യേശുക്രിസ്തു നടത്തുന്ന സത്യ കൂട്ടായ്മയാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗം എന്നുള്ളത് നഗ്ന സത്യമാണല്ലോ. അതുകൊണ്ട് ജർമ്മനിയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിലായി ഈ കൂട്ടായ്മയുടെ ദൈവമക്കൾ ഇന്ന് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടത് ദൈവമക്കളെ ഈ യേശുക്രിസ്തു വഴിയാണെന്ന് അവർക്കറിയാം. ദൈവമക്കളെ, എന്നാല് വളരെ ചിന്തനീയമായൊരു കാര്യമാണ്, ഉന്നതമായ ജീവിതത്തില് അവർ യേശുവിനെ പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല. കർത്താവാണ് എനിക്ക് തന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കി എല്ലാവരും യേശുവിന്റെ വേലക്കാരായി കർത്താവിന്റെ സുവിശേഷത്തിന്റെ ഭാഗമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമാകും. നമ്മളുടെ ഉയർച്ചയില് നാം ഉന്നതമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ഉന്നതമായ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ യേശുക്രിസ്തുവിനെ ലജ്ജ കൂടാതെ പറയാൻ നമുക്ക് വലിയ ശക്തി ലഭിക്കട്ടെ. യേശുവിൽ പ്രശംസിക്കുന്നവരായി മാറുക, അതല്ലേ അതിന്റെ അർത്ഥം? യേശുവിൽ പ്രശംസിക്കുന്നവരായി മാറുക. അപ്പോ യഥാർത്ഥ ദൈവവൈതൽ എന്ന് പറയുന്നത് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ഞാൻ നേടി, ഞാൻ ജോലി ചെയ്തു, ഞാൻ വളർന്നു, അങ്ങനെ പറയുന്നതല്ല. യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുന്നതാണ്. ഓ ജീസസ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരായി മാറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ഡിവൈൻ ടച്ച് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം നോക്കൂ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവര്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ജഡം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പാപത്തിന്റെ വശങ്ങൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല, അതെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ഇഷ്ടമല്ലാതായി മാറുന്ന എപ്പോഴാണെന്ന് പറയുമോ? അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. ഓ ജീസസ്, അപകടങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവവചനം വായിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. മദ്യം കുടിക്കുമ്പോൾ ശരീരത്തിൽ മാത്രമല്ലല്ലോ, ശരീരത്തിൽ മാത്രമല്ല, മദ്യം കുടിക്കുമ്പോൾ ശരീരത്തിൽ ആരോഗ്യപരമായി മാത്രമല്ല, ഒരുപാട് ദുരാത്മാക്കളുടെ വലയത്തിലേക്ക് നാം എൻട്രി ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് മേഖലകൾ സെക്ഷുവലായിരിക്കുന്ന പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആസക്തി തീരുക മാത്രമല്ല, അത് ദൈവികമായിരിക്കുന്ന ഒരു കഴിവാണ്. സെക്ഷുവൽ എബിലിറ്റി അല്ലെങ്കിൽ സെക്ഷുവലായിരിക്കുന്ന ഒരു കഴിവ്, സെക്സിനെ കുറിച്ചുള്ള ചിന്തകള് ദൈവം തന്നിരിക്കുന്നതാണ്. പക്ഷേ നമ്മള് ദൈവം പറയാത്ത കാര്യങ്ങളിലൂടെ നീങ്ങുമ്പോൾ ദൈവങ്ങളെ അതിലൂടെ
ഒരുപാട് ദുരാത്മാക്കളുടെ ഒരു ബന്ധനം കൂടി വന്നു ചേർന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോ ജഡത്തിൽ ആശ്രയിക്കുന്നത് അതിന്റെ സുഖങ്ങളെ കണ്ടിട്ടാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവര് സുഖങ്ങളുടെ പിന്നിലുള്ള അപകടം ദർശിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. ചില കൂട്ടുകെട്ടുകള് കുഞ്ഞുങ്ങളെ പഠനത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം, കൂട്ടായ്മയിൽ കൊണ്ടുവരണം, ദൈവവചനം പഠിപ്പിച്ചവരെ വളർത്തണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടും ഒരു ശക്തി വ്യാപരിക്കും. ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണത്. ജഡത്തിന്റെ പ്രവൃത്തികൾ അവരെ തൊടാതെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ നന്നേ ചെറുപ്പം മുതലേ ദൈവജനത്തിന്റെ കീഴില് കൂട്ടായ്മയിൽ കൊണ്ട നിരുത്തി അവരെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ വലിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുകയാണ്. ഓ ജീസസ്. പറയാമോ? എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഡിവൈൻ ടച്ച്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്രേസ്, ദി ഗ്രേസ് ഓഫ് ഗോഡ്, യേശുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം ഇതാ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നാം ആരാണ്? നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, ജഡത്തിൽ ആശ്രയിക്കുന്നവർ, ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ, ഹല്ലേലൂയ, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. നമ്മളാണ് റിയൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ജാതി, വർണ്ണ, വർഗ വ്യത്യാസം ഇവിടെയില്ല. ആർക്കും ഈ ഡിവൈൻ ഫീലിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വലിയ സ്നേഹം ഇവിടെയുണ്ട്. കരുണയുള്ള കർത്താവിന് മുമ്പിൽ ശിരസ്സുകൾ നമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നീ കേൾപ്പിച്ച വലിയ അനുഗ്രഹിക വചനത്തിനായി നന്ദി പറയുന്നു. യേശുവിന്റെ ശക്തി കൊണ്ട്, ഓ ജീസസ്, ഇപ്പോൾ കർത്താവിന്റെ രക്തത്തിൽ, യേശുവിന്റെ ക്രൂശിൽ, യേശുവിന്റെ രക്തത്തിൽ അഭിഷേകമിറങ്ങി. ഹല്ലേലൂയ. ദൈവമേ, ഈ മീറ്റിംഗില് പങ്കുചേരുന്ന എല്ലാവരും, ഓ ജീസസ്, ദൈവമേ, ശക്തി കൊണ്ട് നിറഞ്ഞ് യേശുവിനെ ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധ കൂട്ടമായി മാറുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. യേശു സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിലുള്ള ബന്ധനങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ യേശുവിന്റെ തിരുരക്തത്താൽ ഇപ്പോൾ സൗഖ്യമായി അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, യേശുവിനെ പ്രശംസിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ ഇപ്പോൾ ഞങ്ങളെ ബ്ലെസ് ചെയ്യണമേ. യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഇറങ്ങി വ്യാപരിക്കട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നവരായി മാറുവാൻ അനേക ആളുകൾ, ഓ ജീസസ്, അനേക ആളുകൾ, ഓ ജീസസ്, അനേക ആളുകൾ ഇപ്പോൾ യേശുവിന്റെ രക്ഷയിലേക്ക് വരുവാൻ, ഓ ജീസസ്, യേശുവിന്റെ കൃപയിലേക്ക് വരുവാൻ, യേശുവിന്റെ അനുഗ്രഹത്തിലേക്ക് വരുവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ 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 ആരാധന, 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 ആരാധന. യേശുവേ ആരാധന,
യേശുവേ ആരാധന. സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നമുക്ക് ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടുകളിലിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ മുട്ടുകളിലിരുന്ന് പ്രാർത്ഥിക്കാം. അല്ലാത്തവർ കണ്ണുകളടച്ച് ഇരുകരങ്ങൾ വിരിച്ചു പിടിച്ച്, ഒരുപക്ഷെ ബെഡിൽ കിടക്കുന്നവരാകാം, നിങ്ങൾ ബെഡിൽ രോഗശൈലിയിൽ കിടക്കുന്നവർ ഇരുകരങ്ങൾ വിരിച്ചു പിടിച്ച് യേശുവിന്റെ സന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്ക് നിന്റെ മകനായി ജീവിക്കണം, നീ എന്നിൽ നിറഞ്ഞു വരണമേ യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ തിരു രക്തത്താൽ ശരീരത്തിലേക്ക് വലിയ അനുഗ്രഹം ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, we praise you, thank you God, hallelujah. യേശുവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ, യേശുവിന്റെ തിരു രക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. യേശുവിന്റെ തിരു രക്തത്താൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ, യേശുവിന്റെ തിരു രക്തത്താൽ, യേശുവിന്റെ തിരു രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ തിരു രക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരു രക്തത്താൽ അഭിഷേകം ഇറങ്ങട്ടെ. ഓ ജീസസ്, in the name of God, praise you Jesus. Oh good Jesus, hallelujah. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. In the name of God, in the name of God, hallelujah. യേശുവേ ആരാധന ആരാധന ആരാധന. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ഓ ജീസസ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഗ്ലോറി ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ജീസസ് ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന 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 യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവിന്റെ തിരുശക്തി കൊണ്ട് തിരുബലം കൊണ്ട് ഓ ജീസസ് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അറിയാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ഇന്നത്തെ ശുശ്രൂഷ നടത്തുന്ന കുടുംബത്തിനായി പ്രത്യേകം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു 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 അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേവമാതാവായ വിശുദ്ധ കന്യകേ മർത്തമറിയമേ, തമ്പുരാനെ പറ്റിയ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ നമുക്ക് ഒരു ദിവസം കൂടി പ്രാർത്ഥിക്കാൻ അവസരം തന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ മക്കളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സന്നിധിയിൽ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവസ്നേഹത്താൽ അത് നമ്മെ ഒരുപാട് ധന്യരാക്കി മാറ്റട്ടെ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ നാഴികയിൽ ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കാം. നല്ലവനായ ദൈവത്തെ ആരാധിക്കാം. നല്ലവനായ കർത്താവിനെ സ്തുതികരേറ്റാം. വിശുദ്ധനായ ദൈവത്തെ ആത്മാവിൽ മഹത്വീകരിക്കാം. നാളെ വൈകുന്നേരവും 8:30 മണിക്ക് ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.